ഞങ്ങൾ കാരണം നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ കാരണം ഒന്നും ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരും. ഹലോ, നമസ്കാരം. അപ്പോൾ എനിക്ക് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ ആരും കാണാതെ പോകരുത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. മാക്സിമം ഒരു ബൈക്കെങ്കിലും ഓടിക്കാൻ അറിയുന്ന ആൾക്കാരേ ഉണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും. അപ്പോൾ നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ, അതായത് ബൈക്ക്, ഓട്ടോറിക്ഷ, കാറ്, അപ്പോൾ ഈ 3 വാഹനങ്ങൾ നിർത്തുമ്പോൾ നിങ്ങൾ ബേക്കിലെ ഗ്ലാസ് നോക്കാൻ, അതായത് നിങ്ങളുടെ ഗ്ലാസ് നോക്കാൻ മറക്കരുത്. ബേക്കിൽ വാഹനം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഓടും. നിങ്ങൾ അണ്ടൻ ചവിട്ടുമ്പോൾ നമ്മൾ ചവിട്ടിയാൽ കിട്ടൂല. ഞാനൊരു ലോറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പണിയെടുക്കുന്ന ഒരാളാണ്. നമ്മൾ എപ്പോഴും ചവിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾക്ക് എങ്ങനെ എത്ര സ്പീഡിൽ പോയി ചവിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടി അവിടെ നിൽക്കും. നിങ്ങൾക്ക് ഒരു 100 കിലോമീറ്റർ മുകളിൽ പോയാൽ ചിലപ്പോൾ ചവിട്ടിയാൽ ചിലപ്പം ദൂരം പോയിട്ട് മാറിയേക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. നമുക്ക് ഇത്രയും ഈ പറയുന്ന പോലെ ഒരു 13 ടൺ 12 ടൺ മുകളിലേക്ക് നമ്മൾ ലോഡ് എടുത്ത് നമ്മളൊരു മീഡിയം ലെവൽ സ്പീഡിൽ വന്നൊരു 60 കിലോമീറ്റർ സ്പീഡിൽ വന്ന് നമ്മൾ വണ്ടി ചവിട്ടിയാൽ നമുക്ക് വണ്ടി കിട്ടൂല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചവിട്ടുന്നത് പോലെ ഞങ്ങൾ ചവിട്ടി നമുക്ക് കിട്ടൂല. ഈ സാധനം ചവിട്ടി 1 2 പ്രാവശ്യം ചവിട്ടിയാൽ മാത്രമേ കിട്ടൂ. പിന്നെ എൻ്റെ വണ്ടി ഓട്ടോമാറ്റിക് ബ്രേക്കാണ്. എപ്പോഴും ചവിട്ടിയാൽ കിട്ടൂല. ചിലപ്പോൾ എല്ലാം ചവിട്ടിയാൽ കിട്ടും. അതിന് ഓക്കെ. എന്നിട്ട് ഞാൻ എക്സ്ട്രാ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളും കിട്ടില്ല. അതുപോലെ മരം വണ്ടികൾ, ഈ സാധനത്തിൻ്റെ അടിയിൽ പോയി നിങ്ങൾ അണ്ടം വെച്ച് പോകുമ്പോൾ, ഞാൻ മരം വണ്ടി ഓടിച്ച ഒരാളാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ലോറിയുടെയും മരം വണ്ടിയുടെയും അല്ലെങ്കിൽ ലോറിയുടെയും നടുക്ക് പോയിട്ട് നിങ്ങൾ ബ്രേക്ക് പിടിച്ചാൽ നമുക്ക് ചവിട്ടി നിർത്തിയാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ബൈക്കുകാരാണെങ്കിൽ റിക്ഷക്കാരാണെങ്കിൽ എന്ത്? നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സൈഡ് ഒതുക്കുകയോ ലെഫ്റ്റ് സൈഡ് ഒതുക്കി നിങ്ങൾ ഗ്ലാസ്സിൽ നോക്ക്. നിങ്ങൾ ഞങ്ങൾ ഓവർടേക്ക്, നിങ്ങൾ ഇപ്പോൾ ഒരു ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പം എൻ്റെ മുന്നിലായിരിക്കും ഒരു ടേൺ ഉണ്ടാവും, നിങ്ങൾ പുറകിലാണ്, ഓവർടേക്ക് ചെയ്ത് കയറി നിങ്ങൾ അവിടെ ചവിട്ടി നിർത്തിയിട്ട് നിങ്ങൾ ടേൺ ചെയ്യും. അങ്ങനെ ഞാൻ നാഷണൽ ഹൈവേയിൽ വരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്കൊരു സ്ഥലത്ത് ടേൺ ചെയ്ത് പോകുന്നതാണെങ്കിൽ നിങ്ങൾ വയ്യ വന്ന് നിങ്ങൾ ടേൺ ചെയ്ത് പോയിക്കോ. ഞങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ചവിട്ടിയാൽ കിട്ടണമെന്നുണ്ടാകും. നമ്മൾ ഈ സാധനം വെച്ച് പോകുന്നതാണ്. അതേമാത്രം നമുക്ക് 10 ഇല്ലെങ്കിലും ഹൈറ്റ് ഉണ്ടാവും ലോഡിന്. ഇപ്പോൾ ഞാൻ ബോംബെക്ക് പോകുന്ന സമയത്ത് ഹൈറ്റ് ഉണ്ട്, ലോഡിന് നല്ല ഹൈറ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 10 ടണ്ണേ ഉണ്ടാവും. ഈ ഹൈറ്റ് ചിലപ്പോൾ എൻ്റെ ഹൈറ്റിലായിരിക്കും ലോഡ് ഉണ്ടാവുന്നത്. ഈ സാധനം പെട്ടെന്ന് നിങ്ങൾ ചവിട്ടുമ്പോൾ നമ്മൾ വെട്ടിച്ച് പോയാലുണ്ടല്ലോ, ഈ സാധനം നമ്മൾ വീഴ്ചയെടുത്ത് കിട്ടുമല്ലോ. ഈ സാധനം ഹൈറ്റ് ഇല്ലോണ്ട് അണ്ടാൻ അറിയും. അപ്പോൾ നിങ്ങൾ എന്താക്കും, നിങ്ങൾ അതിൽ ടേൺ ചെയ്ത് നിങ്ങൾ കയറും. നമ്മുടെ പൈസ പോയാൽ നമ്മൾ മോശക്കാരായ നമ്മൾ ലോറി കൊണ്ട് കുത്തിയെന്നറിയാം. നമ്മുടെ മുതലാളിമാർക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടാകും. നമ്മൾ കാരണം ഞങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുന്നതാണ്. നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും നിങ്ങളുടെ പച്ചക്കറി തൊട്ട് നിങ്ങളുടെ തുണി എല്ലാ സാധനവും നമ്മൾ കൊണ്ടുതരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് സഹായം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കും. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയട്ടില്ല കേട്ടോ. കാരണം ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ കാറുകാരെ കൊണ്ടാണ്. കാറ് ഇപ്പം നമ്മളാണെങ്കിലും ഞാനും കാർ ഓടിച്ചില്ല, ആദ്യം കാറെല്ലാം ഓടിച്ചിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. നമുക്ക് കാർ ഓടിക്കാനും അറിയാം. അപ്പോൾ അങ്ങതുകൊണ്ടല്ല, അതായത് ഞാൻ ആദ്യം കാർ ഓടിച്ച സമയത്ത് എന്താ വിചാരിച്ചത്, ഞാനിങ്ങനെ ലോറിക്കാർക്ക് അണ്ടം വെച്ച് കൊടുത്തിരുന്നു. തമാശ പറഞ്ഞല്ല. അപ്പം ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നപ്പോഴാണ് ലോറിക്കാരുടെ ബുദ്ധിമുട്ട് എന്താണെന്നും ലോറിക്കാർ ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്, അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. മനസ്സിലായ? അതായത് ഈ ഫീൽഡിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു സുഹൃത്തുക്കളോ ഇല്ലെങ്കിൽ ഒരാളോ നിങ്ങളുടെ ഈ ലോറി ഫീൽഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ പോയി നോക്ക്. ഇതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ അറിയും. ഇടത് വശത്ത് കൂടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കണം. ഒന്ന് വീണ് പോയാൽ നമുക്ക് കാണൂല, നിങ്ങൾ ആരെയും കാണും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ വലിയ വണ്ടികൾക്ക് നിങ്ങൾ അണ്ടം വെച്ച് തരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ അണ്ടം ചവിട്ടാതിരുന്നാൽ മതി. നിങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നിങ്ങൾ സിഗ്നലിട്ട് ചവിട്ടിക്കോ, കുഴപ്പമില്ല. നിങ്ങൾ ചവിട്ടുമ്പോൾ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുമോ? ഞങ്ങൾ കാരണം നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ കാരണം ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ
ഓരോ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരും പിന്നെ വണ്ടി എടുക്കുന്നത്. അതിപ്പോൾ ബസ്സായാലും ഏത് വണ്ടി എടുത്താലും ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വണ്ടിക്കൊന്നും സംഭവിക്കരുത്, ഞങ്ങളുടെ കൂടെ വരുന്നവർക്കൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്ന ആൾക്കാർ. കാറ് തൊട്ടാൽ ഏത് വണ്ടി ഓടിക്കും, ബൈക്കാണെങ്കിലും എല്ലാവരും വിചാരിക്കുന്ന കാര്യം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതുമാത്രമല്ല, നമുക്ക് ഒരു സമയത്തിന് നമുക്ക് ലോഡ് എത്തിക്കണം. നമുക്ക് ചിലപ്പോൾ കയറി വരുന്ന ലോഡെല്ലാം നമുക്കായി വരുമ്പോൾ, രാവിലെ വെച്ച വണ്ടി നമുക്ക് ലോഡായി വരുമ്പോൾ ഒരു സമയം പോലെ നമുക്ക് ഒരു വണ്ടി ആയിരിക്കില്ല നമ്മുടെ മുന്നിലുണ്ടാകുന്നത്. എല്ലാ വണ്ടികളും ലോഡ് കയറി കെട്ടി വരുമ്പോഴത്തേക്ക് രാത്രി 11-12 മണിയായി. ഈ 500-600 കിലോമീറ്റർ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാർ, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ഒരാളാണ്. ഈ 500-600 കിലോമീറ്റർ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കേണ്ട അവസ്ഥ എന്ന് ആലോചിച്ചു നിങ്ങൾ. അതായത് നമുക്ക് ഈ രാവിലെ നമുക്ക് അവിടെ എത്തിക്കണം വണ്ടി. നമുക്ക് വഴി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങിയാൽ തന്നെ ഒരു അരമണിക്കൂർ ഉറങ്ങാം. ഫുഡ് കഴിക്കണം. നമ്മൾ ഫുഡ് കഴിക്കാതെയാണ് മാക്സിമം വരുന്നത്. നമുക്കും ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല, നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും. നന്ദി, നമസ്കാരം.